പറവൂരിൽ നടന്ന UDF പറവൂർ ടൗൺ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC സെക്രട്ടറി ടോണി ചമ്മിണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. കർണാടകത്തിലും ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും നമുക്ക് ഭരണമുണ്ടായി. ആ സംസ്ഥാന നിയമസഭയിലെല്ലാം നാം കൃത്യവും വ്യക്തവുമായി ആ പ്രദേശത്തെ ആ സംസ്ഥാന ജനങ്ങളുടെ മുമ്പാകെ പ്രകടന പത്രിക വെച്ചു. കോൺഗ്രസ് എന്താണ് ജനങ്ങൾക്ക് മുമ്പാകെ കാഴ്ചവെച്ച പ്രകടന പത്രിക അത് അതേപടി നടപ്പിലാക്കിക്കൊണ്ടാണ് കർണാടകത്തിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശത്തിലും മുന്നോട്ട് പോകുന്നത്. 400 രൂപയ്ക്ക് സബ്സിഡിയോടുകൂടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റുകൾ പാചകവാത സബ്സിഡി നൽകുന്നു. ജനങ്ങൾക്ക് നമ്മുടെ വിശ്വാസമുണ്ട്, നമ്മൾ പറയുന്നത് പാലിക്കുന്നത്. മോഡി 2014 അധികാരത്തിൽ വരുമ്പോഴും കുറെ വാഗ്ദാനങ്ങൾ നൽകിയാണ്. കഴിഞ്ഞ 10 വർഷത്തെ മോഡി ഭരണം പരിശോധിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ലെന്നത് ഞാൻ നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. എന്തുകൊണ്ട് രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു BJP ഇതര ഗവൺമെന്റ് വരേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തി മികച്ച ഭൂരിപക്ഷത്തോട് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സന്ദർഭത്തിലൂടെ രാജ്യം കടന്നു. ടൗൺ മണ്ഡലം ചെയർമാൻ അനു വട്ടത്ര അധ്യക്ഷനായ സമ്മേളനത്തിൽ AICC മെമ്പറും മുൻ MPയുമായ KP ധനപാലൻ മുഖ്യപ്രഭാഷണം ചെയ്തു. ഞങ്ങളൊക്കെ മണ്ഡലം കൺവെൻഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും നല്ല പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്. പറവൂർ ടൗണിൽ 23 ബൂത്ത് പ്രസിഡന്റുമാരുണ്ട്. നമുക്ക് മുനിസിപ്പാലിറ്റി ഭരണം നമ്മുടേതാണ്. നമുക്ക് മണ്ഡലത്തിലും ബ്ലോക്കിലും ഇഷ്ടംപോലെ ഭാരവാഹികളുണ്ട്. പേരെടുത്ത് വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു അറ്റൻഡൻസ് വെച്ചാൽ എത്ര പേരിൽ പങ്കെടുത്തു എന്നും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മണ്ഡല പ്രസിഡന്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ടൈം ടേബിൾ ഉണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ കൺവെൻഷൻ ടൗൺ ഹാളിൽ വെച്ച് നടന്നു. നമ്മളെല്ലാം അതിൽ പങ്കെടുത്തതാണ്. നിയോജകമണ്ഡലം കൺവെൻഷൻ സെൻട്രൽ ഹാളിൽ വെച്ച് നടന്നു. നമ്മളെല്ലാം പങ്കെടുത്തതാണ്. അന്ന് തീരുമാനിച്ചതാണ് ഓരോ മണ്ഡലത്തിലും കൺവെൻഷൻ നടത്തണം. അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള പഞ്ചായത്തുകളിലെല്ലാം കൺവെൻഷൻ നടന്നു കഴിഞ്ഞു. നമ്മുടെ കൺവെൻഷൻ ഇപ്പോൾ നടക്കുമ്പോൾ പറവൂർ ടൗണിൽ കുറെ കൂടി പ്രവർത്തകർ പങ്കെടുക്കേണ്ടതായിരുന്നു. നമ്മുടെ മണ്ഡലം ഭാരവാഹികളും ബ്ലോക്ക് ഭാരവാഹികളും ആരൊക്കെയാണ് വരാത്തത് എന്ന് ഒന്ന് അന്വേഷിച്ച് ആ വരാത്തവരെ. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡെന്നി തോമസ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ PS രഞ്ജിത്ത്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ MS റെജി, ഫ്രാൻസിസ് വലിയപറമ്പിൽ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് റോഷൻ ചാക്കപ്പൻ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ, വൈസ് ചെയർമാൻ MJ രാജു, രമേശ് D കുറുപ്പ്, D രാജ്കുമാർ, സജി നമ്പ്യത്ത്, സജു തോമസ്, സുഗതൻ മല്യങ്കര, ഹാരുൺ ഷാ എന്നിവർ സംസാരിച്ചു. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി ചെയർമാൻ അനു വട്ടത്ര, ജനറൽ കൺവീനർ ഡെന്നി തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ 500 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രൂപം നൽകി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.